ഒരുപാട് പ്രതീക്ഷകളോടെ മറ്റൊരു രാജ്യത്തേക്ക് യാത്രയാകാൻ നിന്ന പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് വീട്ടുമുറ്റത്തെ അരളിച്ചെടി. എന്നാൽ അരളി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പല ചെടികളും പൂവും കായുമൊക്കെ വിഷാംശം ഉള്ളതാണ് എന്നറിയാമോ? ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. അരളിപ്പൂവിന്റെ വിഷാംശത്തെക്കുറിച്ചാണ് പല ചർച്ചകളും. ഒന്ന് നമ്മുടെ മുറ്റത്ത് നോക്കൂ. അരളി കൂടാതെ മറ്റ് അപകടകാരികളായ സസ്യങ്ങളും നമ്മുടെ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ചെടികൾ ഇന്ന് നമ്മുടെയൊക്കെ തോട്ടത്തിലും ധാരാളമായി കാണുന്നുണ്ട്. അപകടകരം എന്ന് പേരുകേട്ട ഒരു ചെടിയാണ് ബ്രഗ്മാൻസിയ. ഇതിൽ സ്കോപ്പോളമൈൻ എന്നറിയപ്പെടുന്ന അൽക്കലോയിഡ് ഉണ്ട്. കൊളംബിയയിൽ, പ്രത്യേകിച്ച് അതിന്റെ മയക്കുമരുന്ന് തലസ്ഥാനമായ മെഡലിനിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ ഇതിന്റെ ചെടി പൂത്തു നിൽക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ബെല്ലാകൃതിയിലുള്ള ഇതിന്റെ പൂക്കൾ അറിയാതെ പോലും മണക്കാൻ ശ്രമിക്കരുത്. കാഴ്ചയിൽ വളരെ ഭംഗിയായി തോന്നുന്ന ഇത് അങ്ങേയറ്റം അപകടകാരിയാണ്. ഇതുപോലെയുള്ള ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മറ്റൊന്ന് മണിച്ചോളം. ഇലകളിലും തണ്ടുകളിലും സൈനൈഡ് വിഷം കളക്ട് ചെയ്ത് വെക്കുന്ന സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണിച്ചോളം അഥവാ സോർഗം, ജോവർ ചെടികൾ. വളർന്നു വലുതായി വിളയുന്നതോടെ സൈനൈഡിന്റെ അംശം കുറയും. പക്ഷേ ഇതിന്റെ ഇളം ചെടികളിലും തളിരിലകളിലും വിഷാംശത്തിന്റെ തോത് കൂടുതലായിരിക്കും. ഈ മാരക വിഷം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അറിയാതെ പശുക്കൾ മണിച്ചോള ചെടികൾ രുചിയോടെ ചവച്ചരച്ച് തീറ്റയാക്കിയതായിരുന്നു ഒരിക്കൽ ഇവയുടെ കൂട്ടമരണത്തിന്റെ കാരണം. മണിച്ചോള ചെടികൾ തളിരിടുന്ന സമയത്ത് അത് ആഹാരമാക്കി കന്നുകാലികൾ കൂട്ടമായി മരണപ്പെടുന്ന സംഭവങ്ങൾ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ സാധാരണയാണ്. മറ്റൊന്ന് ഓതളങ്ങ. നമ്മൾ കേട്ടിട്ടുണ്ട് ഓതളങ്ങയെക്കുറിച്ച്. ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ, രാസപദാർത്ഥങ്ങൾ വിഷകാരിയാകുന്ന മറ്റ് സസ്യങ്ങളാണ് ഓതളങ്ങയും വിഷപ്പാലയും. ഇത് രണ്ടും അരളിയുടെ കുടുംബമായ അപ്പോസൈനേസിയ അംഗങ്ങളാണ്. ഓതളങ്ങയുടെ കായയിലാണ് ഏറ്റവും അധികം വിഷം അടങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് എരിക്കാണ്. നാട്ടിൻപുറങ്ങളിലും ഉപയോഗശൂന്യമായ വെളിംപ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു വിഷസസ്യമാണ് എരിക്ക്. അരളി കുടുംബത്തിൽപ്പെട്ട മറ്റൊരു കുറ്റിച്ചെടി തന്നെയാണ് ഇത്. ഇത് ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഇതിലെ ഏറ്റവും വിഷകരമാക്കുന്നത്. ഏറ്റവും അധികം വിഷാംശം അടങ്ങിയിരിക്കുന്നത് ഇതിന്റെ പാലിലാണ്. വിഷബാധ ഉണ്ടായാൽ 6 മുതൽ 12 മണിക്കൂറിനകം തന്നെ മരണം സംഭവിക്കാം. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മം എന്ന ചെടിയെക്കുറിച്ച്. ഉമ്മത്തിൻകായ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആൽക്കലോയിഡുകളാണ് ഇതിനെയും വിഷകാരിയാക്കുന്നത്. ഇലകളിലും തണ്ടിലും ഒക്കെ വിഷമുണ്ടെങ്കിലും ഏറ്റവും അധികം വിഷം കാണുന്നത് വിത്തുകളിലാണ്. അറിഞ്ഞോ അറിയാതെയോ ഇത് അകത്തേക്ക് എത്തിപ്പെട്ടാൽ മരണകാരണമാകും. മേന്തോന്നി. ഇത് അലങ്കാരിക ആവശ്യങ്ങൾക്കും മറ്റും ഒക്കെ വളർത്തുന്ന മറ്റൊരു സസ്യമാണ് മേന്തോന്നി. കാണാൻ വളരെ ഭംഗിയാണ്. ചുവന്ന പൂക്കളാണുള്ളത്. ഇതിനെ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നവരുടെ പ്രിയപ്പെട്ട സസ്യം തന്നെയാണ്. ഇതിന്റെ നടിയിൽ വസ്തുവായ കിഴങ്ങുകളിലാണ് മാരകവിഷമായ കോൾചേസിൻ എന്ന ആൽക്കലോയിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന കുന്നിക്കുരു. കുന്നിക്കുരുവിന്റെ പരിപ്പിൽ മാരകമായ എബ്രിൻ എന്ന വിഷം അടങ്ങിയിട്ടുണ്ട്. 1-2 കുരു തന്നെ മാരകമായ വിഷബാധയ്ക്ക് കാരണമാകും. പരിപ്പിന് പുറത്ത് നമ്മൾ കാണുന്ന ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പുറന്തോട് സാധാരണഗതിയിൽ ദഹിക്കാറില്ല. അതിനാൽ തന്നെ 1-2 കുരു നേരിട്ട് അകത്ത് ചെന്നാൽ ഈ തോട് പൊട്ടിയിട്ടില്ല എങ്കിൽ വിഷബാധ ഏൽക്കാതെ ദഹിക്കാതെ പുറത്തേക്ക് പോകും. എന്നാൽ ഒരു ചെറിയ പൊട്ടലോ കേടുപാടുകളോ ഒക്കെ ഈ പുറന്തോടിനുണ്ടായാൽ വിഷം പുറത്തുവരാൻ കാരണമാവുകയും മാരകമാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇത്തരം ചെടികളെയൊക്കെ ശ്രദ്ധിക്കുക. അലങ്കാര സസ്യമായ അരളി അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സസ്യമാണ്. പൂക്കളത്തിൽ മാത്രമല്ല, തുളസിക്കും തെച്ചിക്കും ഒപ്പം ഒക്കെ ക്ഷേത്രത്തിലെ നിവേദ്യത്തിലും അരളി കാണാറുണ്ട്. ചിലയിടങ്ങളിൽ നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താനിടയുണ്ട്. എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. അരളിയുടെ ഇലയിലും പൂവിലും കായലും വേരിലും ഒക്കെ വിഷാംശമുണ്ട്. പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷമേറുക എന്ന് വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി സുജനപാൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയായാലും ശരി, ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഈ നിവേദ്യങ്ങളിൽ നിന്ന് അരളിപ്പൂക്കൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അരളിപ്പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് ഇനി അരളിപ്പൂക്കൾ ഉപയോഗിക്കുകയില്ല എന്നുള്ള തീരുമാനമൊക്കെ എത്തിയിട്ടുണ്ട്. എങ്കിലും വളരെ ശ്രദ്ധാലുക്കളായിരിക്കാം. നമ്മൾ വെറുതെ തമാശ പറഞ്ഞുകൊണ്ട് നിന്ന് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് വെറുതെ ഒരു ഇല പറിച്ച് വായിൽ ജസ്റ്റ് ഒന്ന് കടിച്ചാൽ തന്നെയും അത് നമ്മുടെ മരണത്തിന് കാരണമാകും എന്നതാണ് വസ്തുത. എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. കയ്യിൽ കിട്ടുന്നതൊക്കെ അങ്ങനെ വായിൽ വെച്ച് കടിക്കാതിരിക്കുക. അത് തന്നെ നമുക്ക് ഇതിലൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. കൃത്യമായ വിവരങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ചെടികളെ കുറിച്ചൊന്നും വ്യക്തമായി അറിയാത്തതിനാൽ നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെ ജീവന്റെ രക്ഷയ്ക്ക് ഇതൊക്കെ പാലിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.